ഞാൻ തുടങ്ങുകയാണ്. ഇതിൽ തുടക്കം നിങ്ങൾ കാണുന്ന പോലെ ദ സ്റ്റാൻഫേർഡ് മാഷ്മെല്ലോ എക്സ്പെരിമെൻറ്റ് എന്നുള്ളതാണ് ഇതിൽ ഫസ്റ്റത്തെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്ന്, സ്റ്റാൻഫേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആർക്കെങ്കിലും കേട്ടില്ല? ഓക്കെ. സ്റ്റാൻഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലുണ്ട് ഒരു യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫേർഡ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ സയൻസിൽ, വൈദ്യശാസ്ത്രത്തിൽ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നമ്മൾ ഇവിടെ ഒരു ഗുളിക ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ഗുളികയുടെ പിന്നിൽ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ആക്ഷൻ അല്ലെങ്കിൽ ഹെൽത്ത് പ്രാക്ടീസ്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും മലയാളത്തിലും ഓരോ ഡോക്ടർമാർ പറഞ്ഞിട്ടൊക്കെ കേൾക്കും. ഈ ഡോക്ടർമാരെ അവലംബം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗവേഷണങ്ങളൊക്കെയാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് മെയിൻ ഗവേഷണങ്ങളുടെ കേന്ദ്രം. ഇപ്പോൾ ഇത് പണ്ട് മുതലേ തുടങ്ങിയിട്ടുണ്ട്. 1970 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടന്ന ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ടാണ്, ഒരു പരീക്ഷണത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. വളരെ വലിയ ബന്ധം നമ്മുടെ ജീവിതത്തിലെല്ലാ മേഖലയായിട്ട് ഈ പരീക്ഷണത്തിനുണ്ട്. രണ്ടാമത്തെ ചോദ്യം, മാർഷ്മെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമുക്ക്? എന്താണ് മാർഷ്മെല്ലോ? ക്യാൻഡി. നിങ്ങളെല്ലാവരും തിന്നിട്ടുണ്ട്? അത് തിന്നവരൊന്ന് കഴിയുമ്പോൾ ഓക്കെ, എല്ലാവർക്കും അറിയാം. അപ്പോൾ പണ്ടത്തെ ഒരു 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് ഒന്നും പരിചയമില്ലാത്ത ഒരു മിഠായിയാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ തിന്നാൻ തുടങ്ങി. അപ്പോൾ ഈ മാർഷ്മെല്ലോ പണ്ട് മുതലേ നമ്മളുടെ പാശ്ചാത്യ ലോകത്തൊക്കെ കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പഞ്ഞിമിഠായി, അങ്ങനത്തെയൊക്കെ ഏറ്റവും ജനകീയമായ ഒരു മിഠായിയാണ്. അപ്പോൾ ഈ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ 1970 ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് വാൾട്ടർ മിച്ചൽ എന്നാണ്. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. മൂപ്പര് നടത്തിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സംഗതി തന്നെയാണ്. കുറേ കുട്ടികളെ ലാബിലേക്ക് കൊണ്ടുവന്ന് അവരെ ഇൻഡിവിജ്വലായിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുമൊക്കെ ഇരുത്തി അവരുടെയൊക്കെ മുമ്പിൽ ഒരു പാത്രത്തിൽ മാർഷ്മെല്ലോ വെച്ച് കൊടുത്തു. ഒരെണ്ണമാണ് വെച്ചത്. ആ പരീക്ഷണമൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് വെച്ചിട്ട് ഈ കുട്ടികളോട് ടീച്ചർ ഒരു കാര്യം പറയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാർഷ്മെല്ലോ വേണമെങ്കിൽ തിന്നാം. ഈ തന്നിട്ടുള്ള മാർഷ്മെല്ലോ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ തിന്നാം. പക്ഷെ നിങ്ങൾ തിന്നാതിരുന്നാൽ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 എണ്ണം ഞാൻ തരാം എന്നുള്ള ഓഫറാണ്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ കുട്ടികൾ സ്വാഭാവികമായിട്ടും 2 ചോയ്സുകളാണ് ഈ കുട്ടികളെ ഫ്രണ്ടിൽ വന്നത്. നമ്മളെ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് കേട്ടോ, ഈ കുട്ടികൾ നമ്മളാണ് പ്രതിനിധാനം ചെയ്യണത്. നമ്മളെ ജീവിതത്തിൽ 2 ചോയ്സുകൾ വരും. ഒന്നുകിൽ എളുപ്പത്തിൽ സുഖം കിട്ടാം, അല്ലെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ട് സന്തോഷം കിട്ടാം. ഇതാണ് നമ്മളെ ജീവിതം. അക്ഷരാർത്ഥത്തിൽ അതാണ് ജീവിതത്തെ വേണമെങ്കിൽ ചുരുക്കി പറയാമെങ്കിൽ അതാണ്. ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഈ മാർഷ്മെല്ലോ ടെസ്റ്റിൽ ടീച്ചർ പറയാണ്, അല്ലെങ്കിൽ ഈ കുട്ടികളുമായിട്ട് അടുത്ത ആൾ പറയാണ്, ഞാൻ ഒരു മാർഷ്മെല്ലോ വെച്ച് പോവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തിന്നാം, പക്ഷേ നിങ്ങൾ കാത്തിരുന്നാൽ 2 എണ്ണം കിട്ടും എൻ്റെ എന്ന് പറഞ്ഞു പോയപ്പോൾ കുട്ടികൾ പല രൂപത്തിലാണ് ഇതിനോട് പ്രതികരിച്ചത്. ചില കുട്ടികൾ അപ്പം തന്നെ വായലിട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ കുട്ടികളുണ്ട്. ചില കുട്ടികൾ കുറേ സഹിച്ച് പിടിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ആ ക്ഷമയൊക്കെ കെട്ട് അടുത്ത് തിന്നുന്നവരുണ്ട്. കുറച്ച് പിച്ച് ഇങ്ങനെ തിന്നുന്ന ആൾക്കാരുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ പരിശ്രമിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനത്തെ പല രൂപത്തിലുള്ള കുട്ടികളെ അവർക്ക് സൈക്കോളജിസ്റ്റുകൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. Okay, sit in that chair. All right, here's the deal. Marshmallow for you. You can either wait, and I'll give you another one if you wait, or you can eat it now. When I come back, I'll give you another one, so then you'll have 2. But stay in here and stay in the chair till I come back, okay? All right. I'm gonna go do something and then I'll come back. It smells yummy. It smells
really good. All right, so it's up to you. You can have it now or you can wait. Okay? I'll be back. Stay in the chair, okay? Okay. ഇപ്പം ചിലരൊക്കെ തീറ്റ തുടങ്ങി, ചില നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. All right, so I'm gonna leave and then I'll come back, okay? So you can either eat it right now or you can wait. Either way, okay? Okay. പോകാൻ പോലും കാത്തുന്നില്ല കുട്ടി. How'd you do? Did you do good? You did? You wanted to eat it, didn't you? Yeah. So did I tell you to give you another one? Okay, now you can have both. You need them. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ കുട്ടികൾ പല രീതിയിലാണ് പ്രതികരിച്ചത്. ഇതിനിപ്പോൾ എന്താ ഒരു രസകരമായ പരീക്ഷണം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ ഈ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ പരീക്ഷണമാണിത്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കോടിക്കണക്കിന് വ്യൂസുള്ള ഒരുപാട് പഠനങ്ങളും പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ നടന്നിട്ടുള്ള ഒരു പരീക്ഷണമാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷണം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ലാബിലെ പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം ഈ സയൻറ്റിസ്റ്റുകൾ 40 വർഷം ഈ കുട്ടികളുടെ പിന്നീടുള്ള ജീവിതം പിന്തുടർന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2 രൂപത്തിലുള്ള കുട്ടികളുണ്ടായല്ലോ. പെട്ടെന്ന് നിന്ന കുട്ടികളുണ്ട്, കുറച്ച് ക്ഷമിച്ച കുട്ടികളുണ്ട്, കുറേ ക്ഷമിച്ച് 2 നേടിയെടുത്ത കുട്ടികളുണ്ട്. ഇവരുടെയൊക്കെ ജീവിതം ഇവർ അപ്പൂപ്പന്മാരാവണ വരെ ഇവർ പിന്തുടരാണ് ഈ സയൻറ്റിസ്റ്റുകൾ പിന്തുടർന്നപ്പോൾ അവർ കണ്ടത് ദ സെക്കൻഡ് മാർഷ്മെല്ലോ എൻഡഡ് അപ്പ് ഹാവിങ് ഹയർ SAT സ്കോർസ്. ക്ഷമിച്ച രണ്ടാമത്തെ വരുന്ന വരെ കാത്തു നിന്ന്, ആ ടീച്ചർ വരുന്ന 10-15 മിനിറ്റ് കാത്തു നിന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ നല്ല അക്കാദമിക പിന്നെ സ്കോറുകൾ, അത് SAT സ്കോറുകൾ അവർക്ക് കൂടുതലായിരുന്നു, ഇവിടുത്തെ SSLC പോലെ. അതുപോലെ തന്നെ ലോവർ ലെവൽസ് ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ്, പിന്നെ അഡിക്ഷനുകളിൽ വളരെ കുറവായിരുന്നു അവരെല്ലാവർക്കും നിയന്ത്രണം ഉണ്ടായിരുന്നു. മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള അഡിക്ഷനുകളിൽ അവർ ഉണ്ടായിരുന്നില്ല. അതേസമയം പിന്നെ ആ ക്ഷമയില്ലാത്ത കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഇത്രത്തോളം സക്സസ് അവർക്ക് പിന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല ലോവർ ലൈക്ലിഹുഡ് ഓഫ് ഒബീസിറ്റി, പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി ക്രൈസിസ് ഇന്നിപ്പോൾ ലോകത്തെല്ലായിടത്തുള്ളതാണ്. എല്ലാവരും തടിച്ച് വീർക്കാണ്, അങ്ങനത്തെ ഒരു കാലമാണ്. പക്ഷേ ഈ കുട്ടികൾ പൊണ്ണത്തടി ഏറ്റവും കുറവായിരുന്നു അവർക്ക്. അതുപോലെ ബെറ്റർ റെസ്പോൺസ് ടു സ്ട്രെസ്സ്, ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണമോ പ്രശ്നമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾ, ക്ഷമിച്ച കുട്ടികൾ നന്നായി പ്രതികരിക്കുന്നു. അവർക്ക് ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ദുരന്തങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവുണ്ട്. ബെറ്റർ സോഷ്യൽ സ്കിൽസ്, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ, നേടിയെടുക്കുന്ന വിജയങ്ങൾ സമൂഹത്തിൽ നേടിയെടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർ പിന്നെ മുന്തി നിൽക്കുന്നു. ജനറലി ബെറ്റർ സ്കോർസ് ഇൻ എ റേഞ്ച് ഓഫ് അതർ ലൈഫ് മെഷേഴ്സ്. എന്തൊക്കെ മെഷേഴ്സ് വെച്ച് നമ്മൾ അളന്നു നോക്കിയാലും, എന്തൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും ഏറ്റവും സക്സസ് ആയ കുട്ടികൾ ഈ കാത്തുനിന്ന കുട്ടികളാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവർ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് 2 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷനും
ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പം നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ പച്ചക്കറി തിന്നുക, അല്ലെങ്കിൽ നല്ല അടിപൊളി രസമുള്ള ബർഗർ തിന്നുക. ഈ ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് രൂപത്തിൽ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനത്തെ ചോയ്സുകൾ വരും. ഒന്ന് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷനാണ്, കുറച്ച് കഴിഞ്ഞിട്ട്, കുറച്ച് നേരം വൈകിട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ, സുഖങ്ങൾ, അതൊക്കെയാണ് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കിട്ടുന്നത് 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് പെട്ടെന്ന് കിട്ടുന്ന സുഖങ്ങൾ, സന്തോഷങ്ങളാണ്. ഇത് രണ്ടും നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷനെ, കുറേ നേരം വൈകി കിട്ടുന്ന സന്തോഷത്തെ മുന്തിക്കുന്നവരാരാണോ അവർക്കാണ് ജീവിതത്തിൽ ഭൗതികമായി നോക്കുകയാണെങ്കിലും ആത്മീയമായി നോക്കുകയാണെങ്കിലും വിജയമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ നമ്മളെ മതത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ളൊരു പാഠമൊന്നുമല്ല. സയൻറ്റിസ്റ്റുകൾ എത്രയോ കാലം മുമ്പ് തെളിയിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നെന്താണെന്ന് വെച്ചാൽ സുഖവും സന്തോഷവും അത് രണ്ടാണ്. ഓക്കെ, സുഖവും സന്തോഷവും രണ്ടാണ്. പക്ഷെ ചില ആളുകൾ സുഖമാണ് സന്തോഷം എന്ന് തെറ്റിദ്ധരിക്കും. ഓക്കെ, അപ്പോൾ സുഖവും സന്തോഷവും രണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ആർക്കൊക്കെ തോന്നുന്നുണ്ടെന്ന് കഴിയുമ്പോൾ സുഖവും സന്തോഷവും അതൊന്ന് പറഞ്ഞേ. സുഖവും സന്തോഷവും തമ്മിൽ എന്താ വ്യത്യാസം തോന്നുന്നത് നിങ്ങൾക്ക്? നിങ്ങളൊന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വൈകി കിട്ടുന്നതാണ് സന്തോഷം അല്ലേ? മറ്റേ സുഖം എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് കിട്ടും, അതാണ് സുഖം. വേറെ എന്ത് വ്യത്യാസം? ഈ കൈ പൊന്തിച്ചവരിൽ ആർക്കെങ്കിലും വേറെ വ്യത്യാസം പറയാൻ പറ്റുമോ? എനിക്ക് പറയാം. വേറെ ഒന്നുമില്ല. സുഖം കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവും, ശരിയാണ്. പക്ഷേ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള സാധനമാണ്. സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശ്വരാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. സുഖം എന്താണ്? മൊമെൻ്ററിയാണ്, ടെമ്പററിയാണ്, പെട്ടെന്ന് കഴിഞ്ഞു പോകും. അതേസമയം സന്തോഷമോ കുറേ നാൾ നീണ്ടുക്കും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഞാൻ ജോലിയൊന്നും ചെയ്യാതെ ഒരു 2 മാസം അടിച്ച് പൊളിച്ച് നടക്കണം. എൻ്റെ ഉള്ള കാശൊക്കെ ഉഷാറായിട്ട് എനിക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങി എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് പോയി അങ്ങനെ ഞാൻ നടന്നെന്ന് വിചാരിക്കുക. എൻ്റെ അവസ്ഥ എന്താവും? എനിക്ക് സന്തോഷം വരൂലേ? എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ഇപ്പം ഞാൻ ആ കാശ് കൊണ്ട് പലതും ചെയ്താൽ എനിക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ അത് പെട്ടെന്ന് തീരും അല്ലേ? 2 മാസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താവും? എന്തെങ്കിലും ജോലിയും തിരഞ്ഞ് നടക്കും. അപ്പം എനിക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ സുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരും. സന്തോഷമാകട്ടെ കുറേ നാൾ നിലനിൽക്കും. ഇപ്പം 2 പ്രത്യേകതകൾ സുഖത്തിനും സന്തോഷത്തിനും ഇടയിലുള്ള വ്യത്യാസം ആയിട്ട് വരുന്നു. ഒന്നെന്താണെന്ന് വെച്ചാൽ സന്തോഷം വൈകിട്ടേ കിട്ടുള്ളൂ, ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ. എന്ന് മാത്രമല്ല സന്തോഷം നല്ല നീളം ഉണ്ടാവും. സുഖമാകട്ടെ പെട്ടെന്ന് കിട്ടും, പക്ഷെ അതെന്തായിരിക്കും? വളരെ കുറച്ചുമായിരിക്കും. അപ്പോൾ ഇത് നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു സാധനമാണ്. സുഖവും സന്തോഷവും എന്താണ്? രണ്ടാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ എക്സാം എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് സുഖമായി 2 മാസം അടിച്ചു വിളിച്ച് നടക്കാം. പക്ഷേ ജീവിതത്തിൽ പിന്നീട് എക്സാം എഴുതാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങൾ പിന്നീട് വരുന്നു. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മളെ ജീവിതത്തിലെ മൊത്തത്തിലുള്ള നാച്ചർ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ പരീക്ഷണം നടത്തിയ വാൾട്ടർ മിച്ചൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്, അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് വൈ സെൽഫ് കൺട്രോൾ ഈസ് ദ എൻജിൻ ഓഫ് സക്സസ്. വിജയത്തിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൽഫ് കൺട്രോളാണ്, സ്വന്തത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സക്സസ് ആവണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നിയമമാണ്. നമുക്കെന്ത് വേണം? നിയമം വേണം. നിയമമില്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഹോസ്റ്റലിൽ കുറേ നാൾ നിന്നുണ്ട്. ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ദേഷ്യം, ആരെങ്കിലും ഹോസ്റ്റലിൽ ഉള്ളവരുണ്ടോ? ഹോസ്റ്റലുകാരെങ്കിലും ഇല്ല. അപ്പോൾ പിന്നെ ഹോസ്റ്റലിൽ നമുക്ക് ഏറ്റവും ദേഷ്യം എന്തായിരിക്കും എന്നറിയോ? വാർഡനായിരിക്കും. വാർഡന് ഭയങ്കര ദേഷ്യമായിരിക്കും. കാരണം എന്താണ്? അവിടേക്ക് പോകാൻ പറ്റില്ല, മറ്റേ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറേ നിയമങ്ങൾ അല്ലേ? അപ്പം നമ്മൾ ആഗ്രഹിക്കും വാർഡനില്ലാത്തൊരു ദിവസം എന്ത് രസമായിരിക്കും. ഓക്കെ,
അപ്പോൾ വാർഡൻ ഒരു ദിവസം ഇല്ലാതായി എന്ന് ചോദിക്കുക. നല്ല രസമായിരിക്കും, എല്ലാവരും നല്ല സന്തോഷിച്ച് ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്ത് ഇഷ്ടമുള്ള സമയത്ത് ചെയ്ത്. ഒരാഴ്ച ഇല്ലാണ്ടായാലും വാർഡൻ, അതുവഴി പ്രശ്നം തുടങ്ങും. ശക്തൻ ദുർബലനെ അടിക്കാൻ തുടങ്ങും. ആരോട് പറയാൻ? നമുക്ക് എന്തെങ്കിലും ഇപ്പം നമുക്ക് ഭക്ഷണം കിട്ടേണ്ടതുണ്ടാവും, പക്ഷെ ആ ഭക്ഷണം തുല്യമായിട്ട് വീതിക്കപ്പെടില്ല. ഒരുത്തൻ കുറേ ഭക്ഷണം എടുക്കും, കുറേ കറി എടുക്കും, നമുക്ക് കിട്ടൂല. മനസ്സിലായി? കെയോസാണ് പിന്നെ വരിക. ഏറ്റവും നമ്മൾ വെറുക്കുന്ന സാധനം അത് നമുക്ക് ഏറ്റവും സുരക്ഷിതവും സന്തോഷവും നൽകുന്നുണ്ട്. പക്ഷെ ആ സന്തോഷം എന്തല്ല, നശ്വരല്ല, ദീർഘമായതാണ് എന്ന് മാത്രമല്ല പെട്ടെന്ന് കിട്ടണമല്ല. അതിൻ്റെ പ്രഭാവം നമുക്ക് ചിലപ്പോൾ നമുക്കറിയില്ല. ഇപ്പം നിയമം എന്നുള്ളത് നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നൊരു സാധനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോൾ വെറുക്കും നിയമത്തെ. അങ്ങനെ പോകാൻ പാടില്ല. നിങ്ങൾ 10 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, വീട്ടിലേക്ക് വരുന്നത് 9 മണിക്ക് മുമ്പ് തന്നെ വന്നിരിക്കണം എന്നുള്ള നിയമം ചിലപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അല്ല ഇന്ന ആളെ വീട്ടിൽ പോയി നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. കുറേ നിയമങ്ങളുണ്ടല്ലേ ഈ കാലത്ത്. ഈ നിയമങ്ങളൊക്കെ നമ്മൾ വെറുക്കണില്ലേ? പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന സന്തോഷം എന്ന് പറയുന്നത് നശ്വരമായിരിക്കും. ആ നിയമങ്ങൾ നമ്മളനുസരിച്ചാൽ 2 രൂപത്തിലുള്ള സന്തോഷം കിട്ടും. ഒന്നെന്താണെന്ന് വെച്ചാൽ, അനുസരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ നിയമത്തിലൂടെ വരുന്ന ഒരു സന്തോഷം ഉണ്ടാവും, ഒരു കാര്യം ഉണ്ടാവും, ഒരു ഹെൽപ്പ് ഉണ്ടാവും. ആ ഹെൽപ്പ് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് 10 മണിക്ക് ശേഷം നമ്മൾ കുറേ നേരം വൈകി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കുറേ ഹെൽത്ത് പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഒരു പ്രൊഫസറുണ്ട്, ആൻഡ്രൂ ഹ്യൂബർമാൻ എന്നാണ് മൂപ്പരെ പേര്. മൂപ്പര് പറയുന്നത്, ഒരാൾ 10 മണിക്ക് ശേഷം മൊബൈൽ 4 ദിവസം നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഡിപ്രഷൻ വരാനുള്ള സാധ്യത പിൻകാലത്ത്, ആ സമയത്ത് വരില്ല, പിൻകാലത്ത് പ്രായമാവുന്ന സമയത്ത് ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വിഷാദരോഗമാവും. എന്താ പറയുക, ഒരു 20 കഴിഞ്ഞ് 25 35 ആ സമയത്തായിരിക്കും വിഷാദരോഗം വരിക. അതിന് സാധ്യത കൂടുതൽ ആണെന്ത്, 10 മണിക്ക് ശേഷമുള്ള സ്ക്രീന്. പക്ഷേ 10 മണിക്ക് മുമ്പ് സ്ക്രീൻ ഓഫാക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമല്ലേ? നമുക്കതൊരു സന്തോഷം പോയി, സന്തോഷമല്ല, ഒരു സുഖം പോയി അല്ലേ? പക്ഷെ ആ സുഖം കൊണ്ട് കിട്ടുന്ന സന്തോഷം എന്താണ്? നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആളുകൾ എന്നുള്ളതും പഠനം നടന്നു. മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ചാൽ, സൂര്യപ്രകാശം ഉണ്ടല്ലോ, സൂര്യപ്രകാശത്തിൽ ആദ്യത്തെ സമയം, സുബൈക്ക് ശേഷമുള്ള സമയം ഉണ്ടല്ലോ, ഒരു 8 മണി വരെയുള്ള അതിനിടയിലുള്ള സമയം, ആ സമയത്ത് സൂര്യനെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഭംഗി മാത്രമല്ല ഉള്ളത്, സൂര്യൻ അപ്പോൾ തരുന്ന രശ്മികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മളെ കണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സെറട്ടോണിൻ്റെ അളവ് കൂടും. സെറട്ടോണിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ ഉണ്ട് നമ്മളെ ശരീരത്തിൽ, അത് കൂടും. സെറട്ടോണിനാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഹോർമോൺ, സന്തോഷവുമായി ബന്ധപ്പെട്ട ഹോർമോൺ. നേരിട്ടല്ല, സന്തോഷവുമായി വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഹോർമോൺ. ഇത് കുറയുമ്പോഴാണ് നമുക്ക് ദുഃഖം വരുന്നത്. അപ്പോൾ രാവിലെ എണീക്കുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്, അവർ സുഖം കിട്ടിയില്ല അവർക്ക്, പക്ഷെ ജീവിതത്തിൽ എന്തുവരാണ്, അവർ കൂടുതൽ ഹാപ്പിയാണ്. അപ്പോൾ ഈ പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? നിയമം നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് തരുന്നു? സന്തോഷം തരുന്നു. ഓക്കെ, അതുമാത്രമല്ല, നിയമം പാലിക്കുമ്പോൾ നമ്മളെ തലച്ചോറ് മറ്റു പ്രയാസങ്ങൾ, മറ്റ് നമുക്കിഷ്ടമില്ലാത്ത സാധനങ്ങൾ സഹിക്കാനുള്ള ശേഷി ഉണ്ടാക്കി തരുന്നു. മനസ്സിലായി? ഇപ്പോൾ അന്ന ലെംകി എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഒരു പ്രൊഫസറുണ്ട്. അവരുടെ പഠനം ഇതാണ്. നമ്മൾ മനഃപൂർവ്വം പ്രയാസം അനുഭവിക്കുമ്പോൾ, പ്രയാസം എന്ന് പറയുമ്പോൾ നിയമം പ്രയാസമാണല്ലോ, മനഃപൂർവ്വം നമ്മളൊരു നിയമം ഉണ്ടാക്കി, ഞാൻ എല്ലാ ദിവസവും ഒരു 2 പേജ് ഖുർആൻ ഓതും, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കും. ഒരു നിയമമാണല്ലോ, വലിയ രസമൊന്നും ഉണ്ടാവില്ല അല്ലേ, സുഖം ഉണ്ടാവില്ല. പക്ഷെ ആ നിയമം നമ്മൾ അനുസരിക്കുമ്പോൾ, മനഃപൂർവ്വം നമ്മൾ ഏറ്റെടുത്ത് മനഃപൂർവ്വം നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളുടെ തലച്ചോറിൽ നമ്മളെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇവിടെയാണത്. ഈ സാധനം ശക്തിയാവും. ആ സമയത്ത് നമ്മളോട് ടീച്ചർ പറയാണ്, 5 പേജ് നിങ്ങൾ വായിച്ച് വരണം നാളെ എന്ന് പറഞ്ഞ് നീ അയക്കുക. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങളെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് നിർത്തണം ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അവർക്ക് 5 പേജ് എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ തന്നെ പറ്റില്ല. മനസ്സിലാവുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ചില സയൻറ്റിസ്റ്റുകൾ പറയും, നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ പോലും നിയമത്തിലൂടെ ചെയ്യുക, വെറുതെ നിയമം ഉണ്ടാക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ പല്ലേക്ക് എങ്ങനെ
ഒന്ന് കാണിച്ച് പല്ല് തേക്കണ ആക്ഷൻ കാണിച്ച്. ഇങ്ങനെ തേക്കണവരുണ്ട് അല്ലേ? ഇങ്ങനെ തേക്കണവരുണ്ട്. ഇങ്ങനെ തേക്കണവരുണ്ടോ? ഇല്ല, ആരുമില്ല. ആ, അപ്പോൾ പല്ല് യഥാർത്ഥത്തിൽ തേക്കേണ്ടത് ഇങ്ങനെയാണ് അത്ര. എങ്ങനെ? ഇങ്ങനെയാണ്. ഇതാണ് പുതിയ പഠനം. ഇങ്ങനെ വട്ടം കറക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെയാണ് ഇത്ര പല്ല് തേക്കേണ്ടത്. അപ്പോൾ ഇത് ഭയങ്കര പ്രയാസമല്ലേ? പക്ഷെ നിങ്ങളത് നിയമാക്കി നോക്ക് ജീവിതത്തിൽ. ഇനി ഞാൻ പല്ല് തേക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തേക്കുള്ളൂ. രാവിലെ എണീറ്റ് ഈ സാധനം നടത്തിയ എത്ര സമയം എടുക്കും? സാധാരണഗതിയിൽ ഒരു 20 സെക്കൻഡ് കൊണ്ട് കഴിയണ പരിപാടി 2 മിനിറ്റ് 3 മിനിറ്റ് അത്ര ഉള്ളൂ. വലിയ പ്രയാസമൊന്നുമല്ല. പക്ഷെ 3 മിനിറ്റ് അല്ലേ? ചില സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ് നിങ്ങളെന്ത് ചെയ്യുക, പിന്നെ പല്ല് തേക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ വലത്തെ കൈ കൊണ്ടല്ലേ തേക്കുക, ഇടത്തെ കൈ കൊണ്ട് തേക്കുക. ഇടത്തെ കൈ കൊണ്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ശക്തമാവും. കാരണം വേണ്ടാത്ത നിയമം നിങ്ങൾ സ്വമേധയെ ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ശക്തിയാവുകയും ജീവിതത്തിൽ മറ്റ് പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുന്ന സമയത്ത് സഹിക്കാനുള്ള ശേഷി ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ അതന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് കുറേ നിയമങ്ങളില്ലേ. പിന്നെ ലൈറ്റ് ഓഫ് ആക്കേണ്ട സമയമുണ്ട്, നിങ്ങൾക്ക് വായിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒക്കെ നിയമങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുക. ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ എനിക്ക് ജീവിതത്തിൽ ഗുണമാണ് ഉണ്ടാക്കുക, എനിക്ക് സന്തോഷമാണ് ഉണ്ടാക്കുക. 2 രൂപത്തിൽ, ഡയറക്റ്റായിട്ടും സന്തോഷം ഉണ്ടാക്കും, ഇൻഡയറക്റ്റായിട്ട് നമുക്ക് നമ്മളെ പ്രീഫ്രണ്ടൽ കോർട്ടക്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശക്താക്കും, ബ്രെയിൻ ശക്താക്കും. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നതിനോടുള്ള ഇഷ്ടം ഒന്ന് കുറയ്ക്കുക. സെലക്ട് യുവർ പെയിൻ. സെലക്ട് യുവർ പെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ വേദനയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ജീവിതം മുഴുവൻ വേദനയൊക്കെ തന്നെയാണ്, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഏത് വേദനയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കിട്ടുന്ന സുഖത്തെ നമ്മൾ മാറ്റിവെച്ചാൽ വേദന ഉണ്ടാവും അല്ലേ? ഇപ്പം നമുക്ക് കിട്ടുമായിരുന്നത്, പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ച്, അതുകൊണ്ട് ഭയങ്കര വിഷമം. പക്ഷേ നമ്മളത് സെലക്ട് ചെയ്താൽ നമുക്ക് ജീവിതകാലം മുഴുവൻ വേറൊരു പ്രശ്നം ഉണ്ടാവും. ആ വേദന വേണോ അതോ ഈ വേദന വേണോ? ഈ വേദന പെട്ടെന്ന് കഴിയും. സുഖം മാറ്റി വെക്കുന്ന വേദന പെട്ടെന്ന് തീരും. പിന്നീട് വരുന്ന കാലത്ത് ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഏത് പെയിൻ നമ്മൾ സെലക്ട് ചെയ്യണം, ഏത് വേദന, ഏത് പ്രയാസം നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്തോക്ക് വളരെ അർത്ഥവത്തായ ഒരു ആയത്ത്. കല്ല, അങ്ങനെയല്ല. ബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ ആജിലത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്. വത്തദറൂനൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിനെ വെടിയുകയും ചെയ്യുന്നു. ഇത് 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ആജിലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയോ? ആജിലത്ത് പെട്ടെന്ന് കിട്ടുന്നതെന്നാണ്, പെട്ടെന്ന് വരുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് വരുന്നതിനെയാണ്. ആഖിറത്ത് എന്ന് പറഞ്ഞാലോ അങ്ങനെ അല്ലാത്തത്, കുറേ കഴിഞ്ഞിട്ട് വരുന്നത്, ഡിലേഡ് ആയിട്ടുള്ളതിന് നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഈ ആഴ്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1970 ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ കണ്ടെത്തിയ സാധനം 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് പെട്ടെന്ന് കിട്ടുന്ന സുഖങ്ങളെയല്ല, നേരെ മറിച്ച് കുറേ നേരം വൈകി എത്തുന്ന നമ്മളുടെ സന്തോഷത്തെയാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ മതം നമുക്ക് കുറേ നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സുബഹിക്ക് എണീക്കണം, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം. നിങ്ങൾക്കറിയോ NLMK എന്ന് പറഞ്ഞ പ്രൊഫസറില്ലേ? നിങ്ങൾക്ക് ബോറടിക്കണ്ട, പറയല്ലേ? NLMK എന്ന് പറഞ്ഞ പ്രൊഫസർ പറയുന്നത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് ചെയ്യുന്ന ഈ പിന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ സഹിക്കാനുള്ള സഹനശേഷി നൽകുന്ന ഒരു കാര്യമാണ് നോമ്പ്. അവർ 30 ദിവസം നോമ്പെടുക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ നമ്മളെ മതം നമുക്ക് ഓരോ നിയമങ്ങൾ വെച്ചിട്ടുള്ളത് നമ്മളെ ദുഃഖിപ്പിക്കാനല്ല. നമുക്ക് ദുഃഖമാണെന്ന് നമുക്ക് തോന്നും, അത് നശ്വരമായ ദുഃഖമാണ്. അനശ്വരമായ സന്തോഷം വേറെ വരാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് കിട്ടുന്ന സന്തോഷം, പ്രയാസപ്പെട്ട് കിട്ടുന്ന സന്തോഷം, കുറച്ച് നേരം വൈകി കിട്ടുന്ന സന്തോഷം. ഇത് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വൈസ് സ്റ്റഡിയിങ്. നമുക്ക് നല്ല ആഗ്രഹമുണ്ട് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കാൻ, പക്ഷേ നാളെ പരീക്ഷയാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് അല്ലേ? ഇതിലേതാ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ? നേരം വൈകി വരുന്ന സന്തോഷം ഏതാ? സ്റ്റഡിയിങ് ആണ് അല്ലേ? പെട്ടെന്ന് കിട്ടുന്ന സന്തോഷം
സോഷ്യൽ ഹൈ കലോറി വേഴ്സസ് ഹെൽത്തി ഫുഡ്. നല്ല ആരോഗ്യപ്രദമായ ഭക്ഷണം ചിലപ്പോൾ ചോറായിരിക്കും, ചോറും പയറും സാമ്പാറും. പിന്നെ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷം ഷവർമ, അല്ലേ? അപ്പോൾ നിങ്ങൾ ഷവർമ തിന്നരുതെന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ജീവിതത്തിൽ ഹെൽത്തിന് എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, മുന്തിക്കണം. എപ്പോഴെങ്കിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഷവർമ തിന്നോ, അതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എപ്പോഴും ഷവർമയില്ല, എപ്പോഴും രസമുള്ളത്, എപ്പോഴും പിസ്സ, എപ്പോഴും നൂഡിൽസ്, അല്ലേ? അതൊക്കെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരു 5 വർഷം കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പം നല്ല രസമുള്ളൊരു സാധനമാണ്, നല്ല രസമുള്ളൊരു ബിസ്ക്കറ്റ് പറഞ്ഞേ, ഹൈഡ് ആൻഡ് സീക്ക്. പിന്നെ കുട്ടികൾക്ക് ഓറിയോ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്, അല്ലേ? അതിൻ്റെ ഹെൽത്ത് ഡാമേജുകളാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ എല്ലാത്തിലും കാണുന്നത്, അല്ലേ? എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ ചെറുപ്പകാലത്ത് ഒരു 10 വയസ്സിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റ് കഴിക്കുന്ന തന്നെ ഒഴിവാക്കലാണ് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെനഫിറ്റ്, അതിൻ്റെ സന്തോഷം, അതിൻ്റെ പിന്നെ ലോങ് ടേമിലുള്ള സന്തോഷമൊക്കെ പിന്നെ ആയിരിക്കും കിട്ടുക. പക്ഷെ ആ സമയത്ത് കുറേ ആൾക്കാർ പ്രയാസപ്പെടുന്നുണ്ടാവും. അവരാരായിരിക്കും? എന്നോറിയോ ബിസ്ക്കറ്റ് തിന്നണവരായിരിക്കും, മനസ്സിലായോ? അപ്പോൾ അവിടെയൊക്കെ ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ. പിന്നെ എക്സ്ട്രാ സ്ലീപ്പ് വൈസ് സ്റ്റാർട്ട് ദ ഡേ. നമുക്കൊരു പിന്നെ സുബൈ എത്ര 5:05 മറ്റാണ് ബാങ്ക്, 5:30 ഇക്കാമത്തും ഉണ്ടാവും. നമുക്ക് ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂറും കൂടി ഒന്ന് ഉറങ്ങാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഉറക്കം കൂടുതൽ കിട്ടിയില്ലേ, അല്ലേ? അതേസമയം സ്റ്റാർട്ട് ദ ഡേ, നമ്മൾ ദിവസം തുടങ്ങാം. ഇതിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഏതാ? കുറച്ചും കൂടി ഉറക്കം, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എന്തിനു മുന്തിക്കുന്നു? ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണോ അതോ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണോ? നിയമത്തെ നമ്മൾ മുന്തിക്കുന്നു, അല്ലേ? ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ മുന്തിക്കുന്നു. പിന്നെ ഒരു എപ്പിസോഡും കൂടി കാണാം, അല്ലെങ്കിൽ വേഗം ഉറങ്ങാം. എന്ത് സെലക്ട് ചെയ്യും? വേഗം ഉറങ്ങാം, അല്ലേ? അതിൻ്റെയൊക്കെ സുഖങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമെങ്കിലും വിദൂരമായ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഒരുപാട് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. ഞാൻ അവസാനം എഴുതിയ എന്താ? അഫെയർ വേഴ്സസ് മാരേജ്. കല്യാണം കുറച്ച് ടൈം എടുക്കും, അല്ലേ? 22, 25, 20 കല്യാണം നടക്കുന്നത്. പക്ഷേ അഫെയർ എന്ത് ചെയ്യാം? ഇപ്പം തന്നെ ഒരു ഓക്കെ എന്നുള്ള മെസ്സേജ് തിരിച്ചയച്ചാൽ മതി. ഓൾറെഡി അയച്ചിട്ടുണ്ടാവും, നമ്മളെ ഇൻസ്റ്റയിൽ ഇതെടുത്ത് നോക്കിൻ്റെ അവിടെ ഉണ്ടാവും, മെസ്സേജ് എടുക്കുന്നുണ്ടാവും, നാളെ എൻ്റെ കൂടെ പോരുണ്ടോയെന്ന്. നമ്മളെന്ത് ചെയ്താൽ മതി? ഓക്കെ എന്നും പോലും അടിക്കണ്ട. ഇപ്പം എന്താ അടിക്കുക? കെ, അല്ലേ? കെ അടിച്ചാൽ മതി. കെ അടിച്ചാൽ തന്നെ ഈ സന്തോഷം കിട്ടും, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. പക്ഷെ അതുകൊണ്ട് ഉണ്ടാവുന്ന ഡിലേഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ. ഓക്കെ, അഫെയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പം തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാലോ നല്ല ദുഃഖം നമ്മുടെ ജീവിതത്തിൽ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പം ഞാൻ ചാവക്കാട് നിന്ന് പിന്നെ ബസ് കയറിയ സമയത്ത് ഏതോ ഒരു സ്കൂളിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ഒരുപാട് ആൺകുട്ടികൾ കയറി. ഏതോ സ്കൂളിൽ തന്നെ 10ാം ക്ലാസ്സിന് താഴെയാണ്, കുട്ടികളെ കണ്ടാൽ തന്നെ അറിയാം. ഓരോരുത്തരും ബസ്സിൽ കയറിയിട്ട്, ബസ് നല്ല കാലിയാണ്, ഓരോരുത്തരും കപ്പിളായിട്ടാണ് ഇരിക്കുന്നത്. ഒരാൺകുട്ടി ഒരു പെൺകുട്ടി, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. എന്നിട്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ സ്കൂളിൽ എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ആൺകുട്ടികൾക്കും ഒരേണുണ്ട്, ഒരു ഭർത്താവുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ സ്കൂൾ സിസ്റ്റം, ഇന്നത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ നടക്കുന്ന സംഗതിയാണ് പറഞ്ഞത്. എന്നോടൊരു കുട്ടി ചോദിച്ച്, പിന്നെ ലൈൻ സെറ്റായാൽ ചിലവ് തന്നാൽ അത് തിന്നാൻ പറ്റുമോ? മനസ്സിലായ ഞങ്ങൾക്ക്? അഫെയർ ശരിയായാലേ പിന്നെ ചിലവ് കൊടുക്കും ക്ലാസ്സിൽ, അത് തിന്നാൻ പറ്റുമെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? വലീമൊക്കെ അന്ന് തന്നെ കൊടുത്ത്, ഒരു 15-14 വയസ്സിൽ വലീമൊക്കെ കൊടുത്ത് എല്ലാവരും പിന്നെ വിരുന്നിനൊക്കെ വിളിച്ച് നിക്കാഹൊക്കെ നടന്ന്, മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല, സമൂഹം അറിഞ്ഞിട്ടില്ല എന്നുള്ളൂ. അങ്ങനെയാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലും അതുപോലെ തന്നെ ഇതിൽ. അപ്പോൾ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പിയർ പ്രഷർ വളരെ കൂടുതലായിരിക്കും. നിങ്ങളെ കൂടെ പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഓരോ ആളുണ്ട്, മനസ്സിലായോ? ഭയങ്കര പിയർ പ്രഷർ. ഈ പിയർ പ്രഷറിനെ പിന്നെ നമ്മൾ മറികടക്കണമെങ്കിൽ നമ്മളെ തലച്ചോറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും ശക്തിപ്പെടുത്തേണ്ട ഒരു സാധനമാണ്.
പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഇപ്പോൾ നമ്മളൊരു കളിയിൽ തോറ്റെന്ന് ചോദിക്കുക. അപ്പോൾ ഞാനൊരു കളിയിൽ തോറ്റെന്ന് ചോദിക്കുക. ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് കളിച്ച് ഒരു ഫുട്ബോൾ കളിച്ച്, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ മര്യാദക്ക് അറിയില്ല, അപ്പോൾ കൂട്ടുകാരെ എന്നെ തോൽപ്പിച്ചെന്ന് ചോദിക്കാം. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ? എല്ലാ തോൽവിയും വിഷമം ഉണ്ടാവും. പക്ഷെ ഞാൻ അതും ആലോചിച്ചിങ്ങനെ ഇരിക്കുമോ? എന്താ കാരണം? ഞാൻ അങ്ങനെ ചിന്തിക്കും, ഇതൊരു സ്റ്റുപ്പിഡ് ഗെയിമാണ്, ഒരു കളി അല്ലേ? ഇതല്ലാതെ എന്തൊക്കെ ഉണ്ട്, അതിലൊക്കെ എന്തൊക്കെ വിജയങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ, എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് പഠനമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വേറെ കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലേ? ഇതാരാ പറഞ്ഞതിന് അറിയോ? പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ്. ഈ സാധനം വളരെ ദുർബലമാണ് നിങ്ങളുടെ തലച്ചോറിൽ. നിങ്ങളുടെ തലച്ചോറിൻ്റെ വളർച്ച 22 വയസ്സ് വരെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് വളരെ ദുർബലമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ന്യായം കണ്ടെത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? എനിക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ കുട്ടികളും പോകുന്നുണ്ട് ടൂറിന്, എല്ലാവരും എവിടേക്കാണ് പോണത്? ബാംഗ്ലൂർ 10 ദിവസം നിൽക്കാൻ പോണത്, നല്ല കഥയായി. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും പോകുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും പോകുന്നുണ്ട്, എനിക്ക് പോകാൻ പറ്റുന്നില്ല. മനസ്സിലായി? പിയർ പ്രഷറാണ്. എല്ലാ കുട്ടികളും അതല്ലേ പറയാം, എല്ലാവരും പോകുന്നുണ്ട് എന്നല്ലേ പറയാം, അല്ലാതെ പോകാൻ ഇഷ്ടമായിട്ടൊന്നുമില്ല. എല്ലാവരും പോകുമ്പോൾ ഞാൻ ഒറ്റപ്പെടുന്നു. ഇതാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്ക് കൂടുതലാണ്. കാരണം എന്താണ്? പ്രീഫ്രണ്ടൽ കോർട്ടക്സ് പിന്നെ വളരെ ദുർബലമാണ്. ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. കുറച്ച് കഴിഞ്ഞ് നിങ്ങളൊരു 22-ാം വയസ്സിൽ നിങ്ങളെല്ലാ കൂട്ടുകാരികളും ബാംഗ്ലൂർ 10 ദിവസം നിൽക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാനില്ല എന്നറിയും, എനിക്ക് വേറെ കാര്യമുണ്ട്. അപ്പോൾ അത് ശക്തിയല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ സ്കൂളിലും കോളേജിലൊക്കെ എന്ത് കൾച്ചറാണോ നടക്കുന്നത് അത് മോശമാണെങ്കിൽ അതിലേക്ക് പങ്കാളിയാവാൻ നമ്മൾ പ്രേരിതരാകും.